നമസ്കാരം. നമ്മളെല്ലാവരും ഓണം വളരെ സന്തോഷത്തോടെ നന്നായി ആഘോഷിച്ചു. മഹാബലി വന്നുവെന്നും നമ്മുടെ ഒരുക്കങ്ങളും സ്വീകരണവും ഒക്കെ ഏറ്റുവാങ്ങി സന്തോഷത്തോടെ തിരിച്ചുപോയി എന്ന ഒരു വിശ്വാസത്തിൽ നമ്മളെല്ലാവരും ഇരിക്കുന്നു. നമ്മളിൽ പലർക്കും അറിയാത്ത മറ്റൊരു വിശേഷം കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ വീഡിയോ. പുതിയ തലമുറയ്ക്ക് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ പലതും അറിയില്ല. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ വിദേശീയർ പോലും വളരെ പ്രാധാന്യത്തോടെ കാണുന്നു. അതിനാൽ ആ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മൾ ഓണമൊക്കെ ആഘോഷിച്ച് അതിനുശേഷവും നമ്മൾ സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത് എന്നറിയണ്ടേ? അതിനുവേണ്ടി തിരുവോണം കഴിഞ്ഞ് 16-ാമത്തെ ദിവസം, അതായത് മകം നാൾ, മഹാബലി വീണ്ടും വരും എന്നാണ് വിശ്വാസം. നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇത് വളരെ നന്നായി ആഘോഷിക്കുന്നു. ഒറ്റപ്പാലം, പാലക്കാട്, പെരിന്തൽമണ്ണ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആയില്യം നാൾ തന്നെ അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. മകന്നാൾ വയ്ക്കാൻ വേണ്ട മകത്തടിയനെ, അതായത് തടിയുള്ള രൂപം ഉണ്ടാക്കി വയ്ക്കുന്നു. ചിലയിടങ്ങളിൽ തിരുവോണത്തിന് തൃക്കാക്കരയപ്പന് സമീപം വെച്ചിട്ടുള്ള കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ അമ്മിക്കല്ല് തുടങ്ങിയവ കുതിർത്ത് കുഴച്ചുണ്ടാക്കിയാണ് മകത്തടിയനെ ഉണ്ടാക്കുക. പാലക്കാട്, ഒറ്റപ്പാലം സ്ഥലങ്ങളിൽ മകത്തടിയനോടൊപ്പം നാഗങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകി കാണുന്നു. മകത്തടിയനെ ഉണ്ടാക്കി അതിനോടൊപ്പം ഒരു പീഠവും ഉണ്ടാക്കുന്നു. കൂടാതെ മകത്തടിയൻ്റെ ശിരസിനു മുകളിൽ നാഗം പത്തി വിടർത്തിയിരിക്കുന്ന രീതിയിലും നാഗത്തിൻ്റെ വാല് മകത്തടിയൻ്റെ മേൽ ചുറ്റിയിരിക്കുന്ന രീതിയിലും ഉണ്ടാക്കി വയ്ക്കുന്നു. മകം നാൾ രാവിലെ മകത്തടിയനെ പീഠത്തിലിരുത്തി അരിമാവ്, മഞ്ഞൾ, കരി, മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് കുറുക്കിയ രീതിയിൽ ഗുരുതി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി ഇവ കൊണ്ട് നാഗത്തിനെയും മകത്തടിയനെയും നന്നായി അലങ്കരിക്കുന്നു. കൂടാതെ പൂക്കൾ കൊണ്ടും അലങ്കരിക്കുന്നു. നാഗത്തിൻ്റെ പത്തിക്ക് മുകളിൽ ചെറിയ മണി പോലെ ഉരുട്ടി നാഗമാണിക്യം എന്ന സങ്കല്പത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്നു. നാഗമാണിക്യത്തെ സങ്കല്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിലയിടങ്ങളിൽ നാഗമാണിക്യത്തിന് നിറവും നൽകാറുണ്ട്. മകത്തടിയനു മുന്നിൽ ദീപം തെളിയിച്ച് തൂശനിലയിൽ അവൽ, മലർ, പഴം, ശർക്കര, അപ്പം എന്നിവ നേദിക്കുന്നു. നാഗത്തിനായി പയർ, വഴുതനങ്ങ, പാൽ എന്നിവയും നേദിക്കുന്നു. ഉച്ചയ്ക്ക് നല്ല സദ്യയും ഒരുക്കും. വടക്കോട്ടുള്ള സ്ഥലങ്ങളിൽ വേറൊരു രീതിയിലാണ് മകം ഓണം ആഘോഷിക്കുന്നത്. തിരുവോണം മുതൽ 16-ാമത്തെ ദിവസം മകം നാൾ ആകുന്നതുവരെ പൂക്കളമൊരുക്കും. പക്ഷേ നാഗത്തിന് ഉണ്ടാക്കി വയ്ക്കാറില്ല. അതിനു പകരം മകത്തമ്മയെ, അതായത് ദേവിയെയാണ് പൂജിക്കുന്നത്. വലിയ രൂപത്തിൽ മകത്തടിയനെ ഉണ്ടാക്കി വച്ച് മുന്നിൽ ദീപം തെളിയിക്കും. എന്നാൽ നേദ്യം വളരെ പ്രത്യേകതയുള്ളതാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നന്നായി കുതിർത്ത പച്ചരി നന്നായി അരച്ചെടുത്ത് ശർക്കര പാനിയും ചേർത്ത് കുറുക്കിയെടുക്കുന്നു. അതിൽ തേങ്ങയോ തേങ്ങാപ്പാലോ അരച്ചു ചേർക്കുന്നു. അതിൽ കുറച്ചു നെയ്യും ചേർത്ത് മകക്കഞ്ഞി തയ്യാറാക്കുന്നു. അതോടൊപ്പം തന്നെ പത്തിലക്കറി പോലെ 16 തരം ഇലകൾ കൊണ്ട് പത്തില തോരൻ ഉണ്ടാക്കുന്നു. ഇതാണ് നേദ്യമായി വയ്ക്കുന്നത്. പിന്നീട് വീട്ടിലുള്ളവർ അത് കഴിക്കുന്നു. ഇതോടുകൂടിയൊന്നും തീരുന്നില്ല അവിടുത്തെ ആഘോഷം. വൈകിട്ട് തുളസിത്തറ മുതൽ പൂജാമുറി വരെ അരിമാവ് കൊണ്ട് മകത്തടിയൻ്റെ കാൽപാദങ്ങൾ എന്ന് സങ്കല്പിച്ച് ആനപ്പാദങ്ങൾ, അതായത് വലിയ പാദങ്ങളുടെ രൂപത്തിൽ അണിയുന്നു. അതിൽ പുഷ്പങ്ങൾ തൂകി അലങ്കരിക്കുന്നു. അതിൻ്റെ പിന്നിലെ സങ്കല്പം മകത്തടിയനോടൊപ്പം ശ്രീ ഭഗവതി ഗൃഹത്തിൽ കുടിയിരിക്കാൻ എത്തുന്നു എന്നുള്ളതാണ്. ശ്രീ ഭഗവതി സർവ്വ ഐശ്വര്യമുണ്ടാകുവാനും മകത്തടിയൻ അന്നം മുട്ടാതെ അനുഗ്രഹിക്കുവാനും ആയിട്ടാണ് സങ്കല്പിക്കുന്നത്. പൂജാമുറിയിൽ ദേവിയെ നന്നായി അലങ്കരിച്ച് ദീപം തെളിയിച്ച് ശർക്കര പായസം നേദിക്കുന്നു. വയനാടൻ പ്രദേശങ്ങളിൽ മകത്തടിയൻ്റെ കാൽപാദങ്ങളോടൊപ്പം കോഴിക്കാൽ കൂടി അണിയാറുണ്ട്. ശ്രീ ഭദ്രകാളിയെയാണ് അവിടെ സങ്കല്പിക്കുന്നത്. ഭദ്രകാളിക്ക് ഗുരുതി സമയത്ത് ചെയ്യുന്നത് പോലെ കോഴിക്കാലും അണിയുന്നു. തിന്മയെ ഇല്ലാതാക്കുക എന്ന സങ്കല്പത്തിലാണ് ഇത് ചെയ്യുന്നത്. ത്രിസന്ധ്യയ്ക്ക് ദേവി ഗൃഹത്തിൽ എഴുന്നള്ളിയിരുന്നാൽ സർവ്വ ഐശ്വര്യങ്ങളും ആ വർഷം മുഴുവനും നമുക്ക് ലഭിക്കും എന്ന് വിശ്വാസം. കൂടാതെ മിക്ക പ്രദേശങ്ങളിലും കന്നിയിൽ ആയില്യവും ആഘോഷിക്കാറുണ്ട്. അന്ന് നാഗത്തിനും ദേവിക്കുമാണ് പ്രാധാന്യം. കന്നിയിൽ ആയില്യം വിളവെടുപ്പിൻ്റെ സമയമാണ്. മുറ്റം അരിമാവണിഞ്ഞ് അലങ്കരിച്ച് കതിര് പോലെ, അഥവാ കതിർമണികളുടെ രൂപത്തിൽ മുത്തുമണികൾ പോലെ അലങ്കരിച്ച് പാടത്തു നിന്നും പച്ചക്കതിര് കൊണ്ടുവന്ന് നല്ല ഭംഗിയിൽ അലങ്കരിക്കുന്നു. ദീപം തെളിയിച്ച് അവൽ, മലർ, പഴം, ശർക്കര എന്നിവ നേദിക്കുന്നു. ശ്രീഭഗവതിയെ ആനയിച്ച് ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് സങ്കല്പം.
ഇവിടെ കൊച്ചി ഭാഗങ്ങളിലൊന്നും മകം ഓണം അത്ര പ്രാധാന്യത്തോടെ ആഘോഷിച്ചു കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ മകത്തടിയനെ അലങ്കരിച്ചു വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നൊരു പ്രത്യേക കണ്ടിട്ടുള്ളത് സദ്യയ്ക്ക് ഉപ്പേരി വറുക്കുമ്പോൾ കായ തൊലിയോടുകൂടി കട്ടിയിൽ അരിഞ്ഞു വറക്കുന്നു എന്നതാണ്. അത് മകത്തടിയന് കഴിക്കാൻ എന്ന സങ്കല്പത്തിലാണ്. നമ്മുടെ ഐശ്വര്യപൂർണമായ ആചാരാനുഷ്ഠാനങ്ങളിൽ എനിക്കറിയാവുന്ന ചെറിയ ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവച്ചു എന്ന് മാത്രം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.